നമ്മളിവിടേക്ക് വരുമ്പോൾ നമ്മൾ ചൂരൽമര കടന്ന് ഇപ്പോൾ മുണ്ടക്കൈയിലെത്തുന്നു. ഈ മുണ്ടക്കൈയിലേക്ക് എത്തുമ്പോൾ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് ജീവനുകൾ, മനുഷ്യനല്ലെങ്കിലും ഒരുപാട് ജീവനുകൾ ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു. ദുരന്തത്തിന്റെ ബാക്കിയായി ഇങ്ങനെ ഒറ്റപ്പെട്ടവരിൽ ഇവരും പെടും, ഈ ജീവികളും പെടും. ഇപ്പോൾ കുറെ പോത്തുകൾ, അതോടൊപ്പം തന്നെ കോഴികൾ, ആടുകൾ, അങ്ങനെ നിരവധി ജീവികൾ പല സ്ഥലങ്ങളിലായി പെട്ടുകിടക്കുന്നു. അത് അവരുടെ ഉടമസ്ഥരൊക്കെ എവിടെയാണെന്ന് അറിയില്ല. അവരൊരു പക്ഷെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ എന്നേക്കുമായി തന്നെ മാഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെ എന്താണ് സാഹചര്യം ഒന്നും അറിയില്ല. പക്ഷെ നിരവധി മൃഗങ്ങൾ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഈ ദുരന്തത്തിന്റെ ബാക്കി എന്നോണം ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട്. ഈ വഴിയിലുടനീളം നമ്മൾ കണ്ട ഒരു കാഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും ഇതുപോലുള്ള കുറെ ജീവനുകളാണ്. ചില ജീവികൾ പരിക്ക് പറ്റിയതുപോലെ കാലൊടിഞ്ഞ നിരവധി പട്ടികളെ പോലുള്ള ജീവികൾ, അങ്ങനെ നിരവധി ജീവികൾ, അതോടൊപ്പം തന്നെ പോത്തുകൾ, കോഴികൾ, അങ്ങനെ ഇവരും ഈ ഒരു ജീവനുകൾ കൂടി ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ ഇരകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ബോഡി തരാൻ വന്നപ്പോൾ വീട്ടുകളോട് കെട്ടിട്ട നിലയിലായിരുന്നു. അതിനെ ഞങ്ങൾ ഇതിന്റെ ആളുകളെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഇത് അയച്ചുവിടാൻ പറഞ്ഞു. അയച്ചുവിടാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അയച്ചു വിട്ടതാണ്. അല്ലാണ്ട് ഇവര് വിശന്ന് നിൽക്കല്ലേ, അപ്പൊ ഞങ്ങൾ തന്നെ അയച്ചു വിട്ടതാണ്. ഇവരെ ആരുടെയാണോ എന്താണെന്നൊന്നും ഒരു അറിവില്ല. ഇതിന്റെ ആരുടേതാ എന്ന ഇതിന്റെ ഉടമസ്ഥയൊന്നും ഞങ്ങൾ അറിയൂല. കാരണം നമ്മൾ തിരയാൻ വന്ന ആളുകളല്ലേ, ഞങ്ങൾ വൈത്തിലുള്ള ആളുകളാണ്, തിരയാൻ വന്നതാണ്. അപ്പോ ഇവരെ കെട്ടിയിട്ട് കണ്ടപ്പോ ഒരു ജീവികളല്ലേ അയച്ചു വിട്ടതാണ്. ഏതായാലും ഇങ്ങനെ കുറെ ജീവികൾ ഇവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിന് മറ്റൊരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനെ അഴിച്ചുവിട്ട് ഏതായാലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയും കുറെ ജീവികൾ ഇവിടെ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതും കൂടി ഒരു ദുരന്തത്തിന്റെ, ഇവർ കൂടി, ഈ ജീവികൾ കൂടി ദുരന്തത്തിന്റെ ഇരകളാണ്.